بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഖസ്റുൽ അമൽ, ഭൗതികമായ ആശകളെ കുറയ്ക്കണം, അതിൻ്റെ ശ്രേഷ്ഠതകളെ സംബന്ധിക്കുന്ന ഹദീസുകളും ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സംഭവമെല്ലാമാണ് മുമ്പ് പറഞ്ഞത്. ഇനി അൽ ആസാറു, അതുമായി ബന്ധപ്പെടുന്ന അസറുകൾ. ഖാല മുത്തരിഫ് ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ അലിംതു, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മത്ത അജലി, എൻ്റെ മരണസന്ദർഭം എപ്പോഴാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, ല ഹസീത്തു, ഞാൻ ഭയപ്പെടുമായിരുന്നു, അലാ ദഹാബി ആക്കിലി, എൻ്റെ ബുദ്ധി നീങ്ങിപ്പോകുന്നതിൻ്റെ മേൽ. അഥവാ മരണം ഇന്ന സമയത്തെന്ന് അറിഞ്ഞാൽ അവൻ പരിഭ്രാന്തനാവും. പരിഭ്രാന്തനായി ബുദ്ധിക്ക് സ്ഥിരതയില്ലാതായി പോകും. കാരണം മരിക്കുന്നുള്ള കാര്യം ഉറപ്പായല്ലോ. വലാകിന്നല്ല, പക്ഷേ അള്ളാഹു മന്ന അലാ ഇബാദിഹി, അവൻ്റെ അടിമകളുടെ മേൽ അവൻ അനുഗ്രഹം ചെയ്തു, ബിൽ ഗഫലത്തി അനിൽ മൗത്തി, മരണത്തിനെ തൊട്ടുള്ള ഗഫലത്ത് കൊണ്ട്. മരണത്തിനെ തൊട്ട് ഗഫലത്താകുക എന്നുള്ളതാണ് ഭൗതിക ലോകത്ത് ജീവിക്കാനുള്ള ഒരു വഴി. മരണചിന്ത പരിപൂർണമായും വ്യക്തമായി ഉറപ്പായിട്ട് മരിക്കും എന്നുള്ള തെളിവ് സഹിതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല. വലൗലൽ ഗഫലത്തു, അഥവാ ആ അശ്രദ്ധ ഇല്ലായിരുന്നെങ്കിൽ, മാ തഹന്നഉ, നിങ്ങള് പിന്നെ നിങ്ങൾക്ക് ആയിഷിൻ, ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഒരു കുളിർമ ഉണ്ടാകുമായിരുന്നില്ല. അശ്രദ്ധ ഇല്ലായിരുന്നുവെങ്കിൽ മാ തഹന്നഉ ബി ആയിഷിൻ, ജീവിതം കൊണ്ട് നിങ്ങൾ മംഗളം ഉള്ളവരാകുമായിരുന്നില്ല, കുളിർമയുള്ളവരാകുമായിരുന്നില്ല. തഹ്നിഅത്ത്, ആശംസിക്കാൻ, ജീവിതത്തിന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നില്ല. വലാ കാമത്തു ബൈനഹുമുൽ അസ്വാഖു, ജനങ്ങളുടെ ഇടയില്, മാ തഹന്നഉ എന്ന് പറഞ്ഞാൽ അവര്, ജനങ്ങള് അവര് പിന്നെ ആസ്വദിക്കുമായിരുന്നില്ല ഐശ് കൊണ്ട്, ജീവിതം കൊണ്ട്. വലാ കാമത്തു ബൈനഹുമുൽ അസ്വാഖു, അവരുടെ ഇടയിൽ മാർക്കറ്റ്, കമ്പോളങ്ങൾ നിലനിൽക്കുമായിരുന്നു. കമ്പോളങ്ങൾ ഉയർന്നു വരികയില്ല. എല്ലാവരും മരിക്കും എന്നുള്ള ചിന്തയാ. പിന്നെ ആര് പോയി കട തുറക്കാനാണ്? ആ കച്ചവടങ്ങൾ നടത്താനാണ്? ആരും ഉണ്ടാവില്ല. വഖാലൽ ഹസനു, ഇമാം ഹസൻ ബസരി പറയാണ്, അസ്സഹു വൽ അമലു, അശ്രദ്ധയും ഈ ആശയും, മനസ്സിലുള്ള ആശയും, നിഅമത്താനി അദീമത്താനി, രണ്ട് വലിയ നിഅമത്താണ്, അലാ ബനി ആദമ, മനുഷ്യന്റെ മേലുള്ള അള്ളാഹു നൽകിയ നിഅമത്താണ്. വലൗലാഹുമ, അത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ, മാ മശൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ നടക്കുമായിരുന്നില്ല, ഫിത്തുറുക്ക്, വഴികളില്. അവർ ഈ പള്ളിയിൽ കയറി ദിക്റും ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു, വഴിയോരത്തിലൂടെ നടക്കുമായിരുന്നില്ല. അപ്പൊ അമല് മനുഷ്യന് ആവശ്യമാണ്, അത് കുറയ്ക്കുകയാണ് വേണ്ടത്. അമൽ തീരെ ഇല്ലാതാകുകയാണെങ്കിൽ പിന്നെ ഇവിടെ ജീവിതം ദുസ്സഹമായിട്ട് മാറും, ജീവിതത്തിന് മംഗളം ഉണ്ടാവുകയില്ല. വഖാല സൗരി, ഇമാം സുഫിയാൻ സൗരി പറയുകയാണ്, ബലഗനി, എനിക്ക് വിവരമെത്തി, അന്നൽ ഇൻസാന, മനുഷ്യൻ, ഖുലിഖ, അവനെ പടയ്ക്കപ്പെട്ടത്, അഹ്മക, മഠേനായിട്ടാണ് പടയ്ക്കപ്പെട്ടത്. അഥവാ വലൗലാ ദാലിക, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, അവൻ ബുദ്ധിയോടുകൂടി മരണചിന്തയെല്ലാം ഉള്ളതോടുകൂടിയാണ് പടയ്ക്കപ്പെട്ടിരുന്നെങ്കിൽ, ലം യഹ്നഉൽ ആയിഷു, ജീവിതം അവന് ഒരു രീതിയിലും മംഗളമാകുമായിരുന്നില്ല. മഠേനായതുകൊണ്ടാണ് ജീവിതത്തിനെ മംഗളമായി കരുതുന്നത്. വഖാല അബൂ സഈദ് ഇബ്നു അബ്ദുറഹ്മാനി, അദ്ദേഹം പറയാണ്, ഇന്നമാ ഉമ്മിറത്തി ദുന്യ, ദുന്യാവിനെ നിർമ്മിക്കപ്പെട്ടത്, ബിഖില്ലത്തി ഉഖൂലി അഹ്ലി, അതിന്റെ ആൾക്കാരുടെ ബുദ്ധിയുടെ കുറവ് കൊണ്ടാണ്. ദുന്യാവിന്റെ ആൾക്കാരുടെ, ഭൗതിക ജനങ്ങളുടെ ബുദ്ധി കുറവ് കൊണ്ടാണ് ദുന്യാവിനെ നിർമ്മിക്കപ്പെട്ടത്. ദുന്യാവ് നിർമ്മിച്ചപ്പോൾ അതിലുള്ള ആൾക്കാരുടെ ബുദ്ധി അല്ലാഹു തആല കുറച്ച് കളഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ബുദ്ധി കൂടുതലുള്ളവർ ആഖിറത്തിനെ പറ്റി ചിന്തിക്കും, പിന്നെ അങ്ങനെ തന്നെയായിരിക്കും കഴിഞ്ഞു കൂടുക. വഖാല സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സലാസൻ, മൂന്ന് കാര്യം, ആജബത്തിന്, ആ മൂന്ന് കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി, ഹത്താ അദ്ഹഖത്തിനി, എത്രത്തോളം അതെന്നെ ചിരിപ്പിക്കുകയും ചെയ്തു. മൂന്ന് കാര്യം. ഒന്നാമത്, മൂന്ന് പേര്, മൂന്ന് ആൾക്കാർ, സലാസൻ, മൂന്ന് ആൾക്കാർ. ഇവിടെ മൂന്ന് കാര്യം എന്നാണ് അർത്ഥം വെക്കേണ്ടത്. കാരണം ആജബത്ത് നിന്ന് മുഅന്നസ് ആയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ഹസ്ലത്തുകൾ. ഒന്നാമത്തെ മുഅമ്മിലു ദുന്യ, ദുന്യാവിനെ കൊതിക്കുന്നവൻ, അതിന്റെ ആ അവസ്ഥ. ഏതവസ്ഥയിൽ? വൽ മൗത്തു യത്ലുബു, മരണം അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ്.
ദുന്യാവിൽ ആശ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ മരണം അവനെ തേടിക്കൊണ്ടിരിക്കുന്നു, അവനെ ഓർത്ത് ഞാൻ ചിരിക്കുന്നു. വഗാഫിൻ, ഒരു അശ്രദ്ധൻ, വലൈസ യഗ്ഫുലു അൻ, മരണം അവനെ തൊട്ട് അശ്രദ്ധനല്ല. അവൻ അശ്രദ്ധനാണ് മരണത്തെ തൊട്ട്, പക്ഷെ മരണം അവനെ തൊട്ട് അശ്രദ്ധനല്ല. മൂന്നാമത്തെ വല്ലാഹിക്കുൻ മിൽ അഫീഹി, വായ നിറയെ ചിരിക്കുന്നവൻ, കുടുകുട പൊട്ടി പൊട്ടി ചിരിക്കുന്നവൻ. വലാ എതിരി, അവൻ അറിയുന്നില്ല, അസാഹിത്തുൻ റബ്ബുൽ ആലമീന, റബ്ബുൽ ആലമീനായ അള്ളാഹു കോപിഷ്ഠനാണോ അറിയ അവന്റെ മേൽ, അതല്ല റാദിന് സംതൃപ്തനാണോ എന്ന് അവൻക്ക് അറിഞ്ഞുകൂടെ, വെറുതെ ചിരിക്കുക. ഈ മൂന്നാൾക്കാരുടെ കാര്യം ഓർത്തൊരു തമാശ തോന്നുകയാണെന്ന് സൽമാനുൽ ഫാരിസി. സലാസുൻ, മൂന്നാൾക്കാർ, അഹസനത്തിനി, മൂന്ന് കാര്യങ്ങൾ, അഹസനത്തിന് എന്നെ അത് ദുഃഖിപ്പിച്ചു, ഹത്ത അങ്ങനെ അബുക്കത്തിനി അതെന്നെ കരയിപ്പിച്ചു. ആ മൂന്ന് കാര്യം. ഒന്നാമത്തെ ഫിറാഖുൽ അഹിബത്തി, എൻ്റെ സ്നേഹിതന്മാരുമായിട്ടുള്ള വേർപാട്. എൻ്റെ സ്നേഹിതന്മാരാരാണ്? മുഹമ്മദിൻ വഹിസ്ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്നിന്റെ ആൾക്കാരും മരണപ്പെട്ടു പോയി, അതെന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു. സൽമാനുൽ ഫാരിസി പറയുക, വഹൗലുൽ മുത്തലിഇ, മരണവക്ത്രത്തിൽ കഴിഞ്ഞുകൂടുന്നവന്റെ ഭയാനകത, അതും എന്നെ ദുഃഖിപ്പിച്ചു. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. മുത്തലിഇ, മരണവക്ത്രത്തിൽ എത്തിയവൻ, അവന്റെ ഭയാനകത. വൽ വുഖൂഫു ബൈന യദൈല്ലാഹി, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഭയാനകമായ അവസ്ഥ. മൂന്നാമത്തെ കാര്യം. വല അതിരി, ഞാൻ അറിയുന്നില്ല, ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക് യുമർബി, എന്നെ കൊണ്ട് കൽപ്പിക്കപ്പെടുമോ, അതല്ല ഇലന്നാര്, നരകത്തിലേക്ക് ആയിരിക്കുമോ, അതാണ് എൻ്റെ പേടി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂന്ന് കാര്യം എന്നെ സന്തോഷിപ്പിച്ചു, എന്നെ ചിരിപ്പിച്ചു, മൂന്ന് കാര്യം എന്നെ ദുഃഖിപ്പിച്ചു, കരയിപ്പിച്ചു. വകാല ബഅദുഹും, ചില പണ്ഡിതന്മാർ പറയുന്നു, റഅയ്തു, അത് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ, ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞു, റഅയ്തു സുറാറത്ത് ബിൻ അബി ഔഫ, സുറാറത്ത് ബിൻ അബി ഔഫയെ ഞാൻ കണ്ടു, ബഅദ മൗതി, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സ്വപ്നത്തിൽ കണ്ടു, ഫിൽ മനാമി. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അയ്യുൽ അമാലി അബ്ലഗു ഇൻദകും, അമലുകളിൽ ഏതാണ് നിങ്ങളുടെ അടുക്കൽ വിജയത്തിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത്, ഏത് അമൽ കൊണ്ടാണ്? അല്ല, അദ്ദേഹം പറഞ്ഞു, തവക്കുലു വ ഖസ്റുൽ അമൽ, എല്ലാം അള്ളാഹു പരമേക്ക് ഏൽപ്പിക്കുക എന്നുള്ള അമലും ആഗ്രഹത്തിനെ കുറയ്ക്കുക എന്നുള്ള അമലും, ഇതാണ് ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. വഖാല സൗരി റഹ്മഹുല്ലാ, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയാണ്, അസ്സുഹുദു ഫി ദുനിയ, ദുന്യാവിൽ വിരക്തനാവുക എന്ന് പറഞ്ഞാൽ ഖസ്റുൽ അമലി, ആഗ്രഹത്തിനെ കുറയ്ക്കുക എന്നർത്ഥം. അല്ലാണ്ട് ലൈസ, അതല്ല, ബി അക്കിലിൽ ഖലീദി, ഈ പരിവൃത്ത വസ്തുക്കളെ തിന്നൽ കൊണ്ടല്ല, വലാ ലുബുസുൽ അബാഅത്തി, കരിമ്പടം ധരിക്കൽ കൊണ്ടുമല്ല, ചാക്ക് പോലത്തെ വസ്ത്രം ധരിച്ച് സൂഫിയായിട്ട് അഭിനയിക്കുക, അതല്ല സുഹുദ്. മറിച്ച് മനസ്സിൽ നിന്നും ആഗ്രഹത്തിനെ മുറിച്ചു കളയുക, അതിനെ കുറയ്ക്കുക, അതാണ് സുഹുദ്. സുഫിയാൻ സൗരി പറഞ്ഞതാ. വസഅലൽ മുഫദ്ദൽ ഇബ്നു ഫളാല, മുഫദ്ദൽ ഇബ്നു ഫളാല റഹിമഹുല്ലാഹ് ചോദിച്ചു, റബ്ബഹു, തന്റെ രക്ഷിതാവിനോട് ആവശ്യപ്പെട്ടു, അൻ യർഫഅ അൻഹു, അല്ലാഹു തആല അദ്ദേഹത്തിനെ തൊട്ട് ഉയർത്തി കളയണമെന്നല്ല, അമല, ആഗ്രഹത്തിനെ, മനസ്സിലുള്ള ദുന്യാവിന്റെ ആഗ്രഹത്തിനെ പടച്ചവനെ നീ മാറ്റി തരണമെന്ന് ദുആ ചെയ്തു. അപ്പൊ ഫദഹബത്ത് അൻഹു, അദ്ദേഹത്തിനെ തൊട്ട് മാറിപ്പോയി, ഷഹവത്തു തആമി വശറാബി, ഭക്ഷണപാനീയങ്ങളുള്ള ആശ മാറിപ്പോയി. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ അമൽ എന്ന് പറയുന്നത്. സുമ്മ പിന്നീട് ദഅ റബ്ബു, അദ്ദേഹത്തിന്റെ രക്ഷിതാവിനോട് ദുആ ചെയ്തു തിരിച്ചു കിട്ടാൻ. അങ്ങനെ ഫറദ്ദ അലൈഹിൽ അമല, അദ്ദേഹം അമലിന്, അല്ലാഹു തആല അദ്ദേഹത്തിന് ഈ അമലിനെ, ഈ ആഗ്രഹത്തിനെ മടക്കി കൊടുത്തു. അപ്പൊ ഫറജഅ ഇല തആമി വശറാബി, അതിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് തിരിഞ്ഞു, അങ്ങോട്ട് മടങ്ങി. ഫഖീലലിൽ ഹസനി, ഹസൻ ബസരി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു, യാ അബാ സഈദ്, അബൂ സഈദ് എന്നവരെ, അലാ തഗ്സുലു ഖമീസക, താങ്കളുടെ ഖമീസ് താങ്കൾ കഴുകുന്നില്ലേ, ഇങ്ങനെ അഴുക്കാട്ടിട്ട് നടക്കുന്ന എന്താണ്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൽ അംറു അഅജലു മിൻ ദാലിക, കാര്യം അതിനേക്കാൾ വേഗതയാണ്, ഞാൻ കഴുകി ഉണക്കുന്നതിന് മുമ്പായി എന്റെ മരണം വന്നേക്കാം, അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഫഖാല അൽ ഹസനു, ഇമാം ഹസൻ ബസരി പറഞ്ഞു, അൽ മൗത്ത്, മരണം, മഅഖൂദും ബിനവാസികും, നിങ്ങളുടെ നെറുകൻ തലകളിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ് മരണം, ഏത് നിമിഷവും ഉള്ളിലേക്ക് ഇറങ്ങാം. ദുന്യാവ് തുത്തുബാദിന് ചുരുട്ടി വെക്കപ്പെട്ടിരിക്കുകയാണ്, മിൻ വറായിക്ക്, നിങ്ങളുടെ പുറകിൽ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ദുന്യാവ് ഇങ്ങനെ വിരിഞ്ഞു കിടക്കാന്ന് വിചാരിച്ചാൽ അതിന്റെ പുറകെ പോവാൻ, യഥാർത്ഥം നിങ്ങളെ തൊട്ട് അത് ചുരുട്ടി വെക്കപ്പെട്ടിരിക്കുകയാണ്. വകാല ബഅദുഹും, പണ്ഡിതന്മാരിൽപ്പെട്ട ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞു, സൂഫിയാക്കൾപ്പെട്ട, ഞാൻ റജുലിൻ, ഒരു മനുഷ്യനെ പോലെയാണ്, മാദിൻ ഉനുഖഹു, കഴുത്തി നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ, വസൈഫു അലൈഹി, അവന്റെ മേൽ വാളിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. എന്തലുറു, അവൻ പ്രതീക്ഷിക്കുന്നു, മത്താ തുദ്റബു ഉനുഖുഹു, എപ്പോഴാണ് അവന്റെ കഴുത്തിനെ മുറിക്കപ്പെടുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഞാൻ, ഏത് നിമിഷവും എനിക്ക് മരണം വരാം, ആ ചിന്തയിലാണ് ഞാൻ. അള്ളാഹു താല അത്ര നല്ല മനസ്സിന്റെ ഉടമകളായ നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
വക്കാല ദാവൂദ് തായി, ഇമാം ദാവൂദ് തായി റഹ്മഹുല്ലാ പറയുന്നു, ലൗ അമൽതു, ഞാൻ ആഗ്രഹിച്ചാൽ, അൻ അഈശ ശഹറൻ, ഒരു മാസം വരെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചാൽ, അഥവാ ഞാൻ ആഗ്രഹിച്ചാൽ, ല റഅയ്തനി, എന്നെ നിനക്ക് കാണാൻ കഴിയും, അത് അത്തയ്തു അദീമ, ഞാൻ വലിയ കാര്യമൊക്കെ കൊണ്ടുവരുന്നതാണ് നിനക്ക് കാണാൻ കഴിയും. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. വലിയ വലിയ കാര്യങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇടപെടുന്നതായിട്ടും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയും. പക്ഷേ കൈഫ അമ്മിലുത, ഞാൻ എങ്ങനെ അതിനെ ആഗ്രഹിക്കും. വാറൽ ഫജായ, ഏതവസ്ഥയിൽ, ഫുജാത്തുകളെ, മുസീബത്തുകളെ ഞാൻ കാണുന്നു. തഹ്ഷ, അത് പൊതിയുന്നതായിട്ട്, അൽ ഖലായിക, സിട്ടികളെ, ഫി സാഹാത്തിൽ ലൈലി വൻ നഹാരി, ദിനരാത്രങ്ങളുടെ സമയങ്ങളിൽ സിട്ടികളെ ഇത് പൊതിയുകയാണ് മുസീബത്തുകൾ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ഒരു മാസം ജീവിക്കാൻ ആഗ്രഹിക്കാനാണ്. ഹുക്കിയ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അന്നഹു ഷക്കീഖുൽ ബൽഖി റഹ്മഹുല്ലാ, ഷക്കീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി ചെന്നു ഇലാ ഉസ്താദിൻ ലഹു, അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അടുക്കിലേക്ക്, യുഖാലു അബു ഹാഷിമി റൂമാനി, അബു ഹാഷിമി റൂമാനി എന്ന് പറയുന്ന മഹാനാണ് ഷക്കീഖുൽ ബൽഖിയുടെ ഉസ്താദ്. ഉസ്താദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ്. ഫി തറഫി കിസായി, അദ്ദേഹത്തിന്റെ പുതപ്പിന്റെ ഒരു അറ്റത്തുണ്ട്, കിസാ എന്ന് പറഞ്ഞ പുതപ്പ്, അതിന്റെ ഒരു അരികിൽ ശരീരത്തിൽ പുതച്ചിരിക്കുന്ന പുതപ്പിന്റെ ഒരു അരികിലുണ്ട് ഷെയ്ഉൻ, ഒരു വസ്തു, മസ്റൂറിൻ, പിന്നെ സഞ്ചിയായി വെക്കപ്പെട്ട ഒരു വസ്തു, അതിന്റെ ഒരു സഞ്ചി, ആ സഞ്ചിക്കകത്ത് കുറെ വസ്തുക്കളുണ്ട്. ഇത് കണ്ടപ്പോൾ ഫഖാല ലഹു ഉസ്താദുഹു, ഷക്കീഖുൽ ബൽഖിയുടെ ഉസ്താദ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ഹാദാ മാക്ക, എന്താണ് ഇത് നിന്നോടൊപ്പം ഉള്ള ഈ സാധനം. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൗസാത്ത്, ഇത് കുറെ അക്രോട്ടുകളാണ്. അക്രോട്ട് എന്ന് പറഞ്ഞ ഒരു സൈസ് കായുണ്ട്, അതാണ്. ദഫഅ ഇലയ്യ അഖുല്ലി, എനിക്ക് അതിനെ തന്നു എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സ്നേഹിതൻ തന്നതാണ്. വക്കാല, ആ സ്നേഹിതൻ പറഞ്ഞു, ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ തുഫ്തിറ അലിഹ, ഇതുകൊണ്ട് നീ നോമ്പ് തുറക്കണമെന്ന്, താങ്കൾ ഇതുകൊണ്ട് നോമ്പ് തുറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ തന്നതാണ്. അപ്പൊ അത് നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്നർത്ഥം. ഇത് കേട്ടപ്പോൾ ഉസ്താദിന് ദേഷ്യം വന്നു. ഫക്കാല, ഉസ്താദ് പറഞ്ഞു, യാ ഷക്കീഖ് വാന്ത തുഹദ്ദിസു നഫ്സക, നിന്റെ നഫ്സിനോട് നീ കിന്നാരം പറയുകയാണോ, അന്നക്ക തബഖ, നീ ശേഷിക്കുമെന്ന്, ഇല്ലല്ലേ രാത്രി വരെ, അതിനു മുമ്പ് മരിക്കത്തില്ലെന്ന് എങ്ങനെ അറിയാം നിനക്ക്. അതുകൊണ്ട് ലാ കല്ലം തുക, ഇനി ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല, അബദ, ഒരിക്കലും ഞാൻ ഇനി നിന്നോട് സംസാരിക്കുകയില്ല. ഖാല, ഷക്കീഖുൽ ബൽഖി പറയാണ്, ഫഅഗ്ലക ഫീ വജ്ഹി, എൻ്റെ വജ്ഹിൽ തന്നെ അദ്ദേഹം അടച്ചു കളഞ്ഞാൽ ബാബ, വാതിലിനെ, വദഖല, അദ്ദേഹം ഉള്ളിലേക്ക് പോയി, വാതിൽ അടച്ചിട്ട് ഉള്ളിലേക്ക് പോയി, എൻ്റെ നേരെ പിന്നെ തിരിഞ്ഞില്ല. അപ്പൊ മഹാന്മാർക്ക് ഈ അമലിനെ നീട്ടുക, കൊതി, ജീവിക്കണം എന്നുള്ള ആർത്തി, അതിനെ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ കുറയ്ക്കലാണ് മഹാന്മാർ നമുക്ക് കാണിച്ചു വന്ന വഴി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇവിടെ നിർത്താം.